ഒരു പ്രധാനപ്പെട്ട വാർത്ത വരുന്നുണ്ട്. കഫ് സിറപ്പ് കുടിച്ച് കുഞ്ഞുങ്ങൾ മരിച്ചതിൽ അന്വേഷണം നടത്താൻ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം നാഷണൽ സെന്റർ ഫോർ ഡിസീസ് കൺട്രോൾ സാമ്പിളുകൾ ശേഖരിച്ചു. ഫുഡ് ആൻഡ് ഡ്രഗ്സ് അഡ്മിനിസ്ട്രേഷൻ മരുന്നുകളുടെ ഗുണനിലവാരം പരിശോധിക്കും. മധ്യപ്രദേശിൽ 15 ദിവസത്തിനിടെ 6 കുട്ടികളും രാജസ്ഥാനിൽ 2 കുട്ടികളുമാണ് കഫ് സിറപ്പ് കുടിച്ചു മരിച്ചത്. ആദിൽ പാലോടുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ആദിൽ പാലോട്, ഗുഡ് മോർണിംഗ്. ആശങ്കയുള്ള ഒരു വാർത്തയായിരുന്നു അത്. എന്താണ് സംഭവിച്ചതെന്നാണ് പ്രാഥമിക നിഗമനം? കൂടുതൽ അന്വേഷണത്തിന് ഒരുങ്ങുകയാണോ കേന്ദ്ര സർക്കാർ? കൃത്യമായ ഒരു നിഗമനത്തിലേക്ക് കാര്യങ്ങൾ എത്തണം. അതുകൊണ്ട് തന്നെയാണ് അന്വേഷണത്തിന് ഒരുങ്ങുന്നത്. അരുൺ പറഞ്ഞതുപോലെ മധ്യപ്രദേശിൽ 15 ദിവസത്തിനിടെ 6 കുട്ടികളാണ് ഈ കഫ് സിറപ്പ് കുടിച്ചതുകൊണ്ട് മാത്രം മരിച്ചത്. സർക്കാർ ആശുപത്രികളിൽ ചെന്ന് രോഗത്തിന് കഫ് സിറപ്പ് കുടിക്കുന്നു, പിന്നീട് ഇവർക്ക് കിഡ്നിയിലടക്കം തകരാറുണ്ടാകുന്നു, പിന്നീട് മരണത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണ് സംഭവിച്ചത്. രാജസ്ഥാനിൽ 2 കുട്ടികൾ കഴിഞ്ഞ ദിവസം മരിച്ചിരുന്നു. 10 കുട്ടികൾ ഇപ്പോഴും അതിഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ തുടരുകയാണ്. സുരക്ഷിതമാണ് ഈ കഫ് സിറപ്പ് എന്ന് തെളിയിക്കാൻ വേണ്ടി കഫ് സിറപ്പ് കുടിച്ച ആരോഗ്യ പ്രവർത്തകൻ ഡോക്ടർ അബോധാവസ്ഥയിലാകുന്ന സാഹചര്യവും ഉണ്ടായി രാജസ്ഥാനിൽ എന്നുള്ളതാണ്. ഏതായാലും ഈ സാഹചര്യങ്ങൾ പരിശോധിക്കാനും വിശദമായ അന്വേഷണത്തിനും ഒരുങ്ങുകയാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. നാഷണൽ സെന്റർ ഫോർ ഡിസീസ് കൺട്രോൾ സാമ്പിളുകൾ ശേഖരിച്ച് അന്വേഷണം തുടങ്ങി എന്ന വാർത്ത ഇപ്പോൾ പുറത്തുവരുന്നു. മാത്രമല്ല, ഫുഡ് ആൻഡ് ഡ്രഗ്സ് അഡ്മിനിസ്ട്രേഷൻ പൂനെ ആസ്ഥാനമാക്കിയുള്ള സ്ഥാപനവും ഇത് സംബന്ധിച്ചുള്ള പരിശോധനകൾ തുടങ്ങിയിരിക്കുകയാണ്. അരുൺ, താങ്ക് യു ആദിൽ. ആ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് വരുന്ന മണിക്കൂറുകളിൽ പ്രേക്ഷകരിലേക്ക് എത്തിക്കാം. ആശങ്ക വേണ്ടതില്ല, കേരളത്തിലെ വാർത്തയല്ല.